ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗിന് ശേഷം 41 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 15680, സെൻസെക്സിൽ ഏകദേശം 164 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 52318, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 88 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 34684 വരുന്ന ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ തുടർന്ന് ഓട്ടോ സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ റാലികൾ കാണാനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ IT, പിന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ, ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനും പോയിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 26 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 24 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇൻഡിസിസീവ്നെസ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കുകളിൽ നോക്കിക്കഴിഞ്ഞാലും കാണാനായിട്ടുണ്ട്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡീസ്, ഹിൻഡാൽകോ, ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, സൺഫാർമ ഇവരാണ് ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.47% ലോസും സ്മോൾ ക്യാപ്പിൽ 0.68% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിന് ശേഷം ഇന്ന് മുഴുവനും ഒരു റേഞ്ച് ബൗണ്ടഡ് റാലി ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. SGX നിഫ്റ്റിയുടെ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പോലെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ബിയറിഷ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് മാർക്കറ്റ് വീണ്ടും എൻഡായിട്ടുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു 15450, 15900 ഓൾ ടൈം ഹൈ, ഈ ഒരു റേഞ്ചിനുള്ളിലുള്ളൊരു ട്രേഡിംഗ് ആണ് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മിഡ് ലെവലിലാണ് ഇന്ന് ട്രേഡ് എൻഡായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി 15660 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 15450 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ആയതുകൊണ്ട് നമുക്കിനിയൊരു മാർക്കറ്റ് അടുത്തൊരു സിഗ്നലിനായിട്ട് ഇനിയൊരു അടുത്തൊരു ഡാറ്റ അടുത്തൊരു ന്യൂസിനൊക്കെ ആയിട്ട് മാർക്കറ്റ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. നമുക്ക് അടുത്തൊരു റേഞ്ചുകൾ അല്ലെങ്കിൽ അടുത്തൊരു ട്രെൻഡ് കൺഫർമേഷൻ കിട്ടുന്നത് വരെ ഒന്ന് കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തയാഴ്ച ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2022 Q1 റിസൾട്ടുകൾ പബ്ലിഷ് ആവാൻ പോവുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തയാഴ്ച മുതൽ മാർക്കറ്റിൽ വീണ്ടും ഒരു വോളറ്റിലിറ്റിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡാറ്റയും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നാലാമത്തെ ദിവസം ഒരു സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിലും അനുഭവപ്പെട്ടു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 34500 റേഞ്ചുകളാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി 34200 റേഞ്ചുകളും സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ US ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടാണ് ട്രേഡ് ആവുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഒരു പോസിറ്റീവ് മൂഡുകൾ കാണുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ട് നിലനിൽക്കുന്നു. SGX നിഫ്റ്റി 19 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു വർധനവ് കാണുന്നുണ്ട്. അതുമാത്രമല്ല രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇടിവാണ് ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 24 പൈസ ഇടിഞ്ഞ് 74.56 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് വീണ്ടും ഇന്ത്യൻ സ്റ്റോക്കുകൾ IT ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 1245 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ഇന്ന് മാസാദ്യം തന്നെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നും ഏകദേശം 880 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല കഴിഞ്ഞ ജൂൺ മാസം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 25 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ മാസം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് കഴിഞ്ഞൊരു മാസം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റേഞ്ചിനുള്ളിൽ ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ഇൻഡിസിസീവ് ആയിട്ടാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് ട്രേഡിങ്ങിലാണ് എൻ്റായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇനിയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തയാഴ്ച മുതൽ വരാൻ പോകുന്ന ക്വാർട്ടർലി റിസൾട്ട് അപ്ഡേറ്റുകൾക്കായിട്ടും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡാറ്റകളായിരിക്കും ഇനി അടുത്തൊരു മൂവുകൾക്കായിട്ട് മാർക്കറ്റിന് നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റാലിക്ക് ശേഷം ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ഇന്ന് എൻഡായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഓവർബോട്ട് റീജിയനിലേക്കാണ് ഈ ഒരു RSI ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ളൊരു ചെറിയൊരു കറക്ഷനുള്ളൊരു സാധ്യതകൾ ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നു, ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങൾ 2928 താഴേക്ക് പോവുകയാണ് എങ്കിൽ ഒരു കറക്ഷനുള്ളൊരു സാധ്യതകൾ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ട്. അല്ല നമുക്കിനി ഒരു വരും ദിവസങ്ങളിൽ 3017-18 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ
പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ പ്രതീക്ഷിക്കാം. ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. അടുത്ത എൻട്രികൾ നമുക്ക് ഇനി ഒരു റാലി കൺഫർമേഷന് ശേഷം കൊടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി അതേപോലെ തന്നെ പോളിക്യാബിൻ്റെ സ്റ്റോക്കും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾക്കുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ 2 ദിവസങ്ങളിലായിട്ട് ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നു. അപ്പോൾ ഇനി ഒരു എൻട്രികൾ നമുക്ക് 2028 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോളിക്യാബിൽ അടുത്തൊരു എൻട്രികൾക്കുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിനെ നോക്കാൻ. ഇന്ന് ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ വീണ്ടും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ബ്രേക്ക് ഔട്ടുകൾക്കായി വെയിറ്റ് ചെയ്യുന്ന പോലെ കാണുന്നു, ഈ ഹൈയിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾക്കായിട്ട്. അപ്പോൾ ഇനി ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു പോസിബിലിറ്റി നമുക്ക് ഭാരത് ഫോർജിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് ദീപക് നൈട്രേറ്റിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ ഇന്നലെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് റാലിക്ക് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡിനുള്ള സാധ്യതകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡ് വേൻ്റെ ഹൈ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് സ്റ്റോക്ക് എൻഡ് ആയിട്ടുള്ളത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റാലികൾ തുടരുകയാണ് എങ്കിൽ ഏകദേശം 1954 വരേക്കുള്ള റാലികൾ പോകാനുള്ള സാധ്യതകൾ ദീപക് നൈട്രേറ്റിൽ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ BEL ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് ഈ ഒരു സ്റ്റോക്കിലും കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ വരും ദിവസങ്ങളിലും ട്രാക്ക് ചെയ്യുക. ഇനി നമുക്കൊരു ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത എൻട്രികൾക്ക് സാധ്യതകൾ ഭാരത് ഇലക്ട്രോണിക്സിലും നിലനിൽക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഈ ജൂൺ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ഓട്ടോ സെയിൽസ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓട്ടോ കമ്പനികളും ഒരു പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഡാറ്റകളിൽ പ്രധാനമായിട്ടും പെൻഡപ്പ് ഡിമാൻഡുകളൊക്കെ ഇവരുടെ ഒരു സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടും അപ്ഡേറ്റുകളിൽ കാണാനായിട്ടുണ്ട്. TVS മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ സെയിൽസിൽ ഏകദേശം 27% വർധനവുണ്ടായിരിക്കുന്നു. 2,51,886 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ജൂൺ മന്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 2020 ജൂണിൽ അവർക്ക് 1,98,387 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ അതുൽ ഓട്ടോയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സെയിൽസിൽ ഏകദേശം 30% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 724 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂണിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി SML ഇസുസുയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സെയിൽസിൽ 39% വർധനവുണ്ടായിരിക്കുന്നു. 258 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ജൂണിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂണിൽ അവർക്ക് 186 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു നിലനിന്നത്. ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ടോട്ടലായിട്ട് ഏകദേശം 32,964 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. യൂട്ടിലിറ്റി വെഹിക്കിൾസിൽ ഏകദേശം 16,636 യൂണിറ്റ്സും പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 16,913 യൂണിറ്റ്സും എക്സ്പോർട്സിൽ 2,607 യൂണിറ്റ്സുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മാരുതി സുസുക്കിയിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ലൊരു സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 മടങ്ങിൻ്റെ വർധനവ് അവർക്ക് ടോട്ടൽ സെയിൽസിൽ ഉണ്ടായിട്ടുണ്ട്. 1,47,386 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂണിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 1,26,196 യൂണിറ്റ്സും എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ 17,020 യൂണിറ്റ്സുമാണ് മാരുതി സുസുക്കി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ Q1 Q1 നോക്കുമ്പോൾ സെയിൽസിൽ നല്ലൊരു വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. 1,14,784 യൂണിറ്റ്സാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ Q1 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫിനാൻഷ്യൽ ഇയർ 2021 കഴിഞ്ഞ Q1 നോക്കിക്കഴിഞ്ഞാൽ 24,972 യൂണിറ്റ്സ് ആയിരുന്നു നിലനിന്നത്. എന്നിരുന്നാലും അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ Q1 നല്ലൊരു ലോക്ക്ഡൗണിലായിരുന്നു ഇന്ത്യ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷനും കൂടി ഇതിൽ നമുക്ക് വേണം. ഇനി ഡൊമസ്റ്റിക് സെയിൽസിലേക്ക് വരുമ്പോൾ ഏകദേശം 125% വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ. 43,704 യൂണിറ്റ്സാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർക്കുണ്ടായിരിക്കുന്നത്. 2021 Q1 അവർക്ക് 19,387 യൂണിറ്റ്സ് ആയിരുന്നു സെയിൽസ് ഉണ്ടായിരുന്നത്. ഇനി VST ട്രില്ലേഴ്സ് അവരിലേക്ക് വരുമ്പോൾ ട്രാക്ടർ സെയിൽസിൽ അവർക്ക് 15% വർധനവ് ഉണ്ടായിരിക്കുന്നു. 927 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് അവർ ട്രാക്ടർ സെഗ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ട്രില്ലർ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ 12% വർധനവ് ഉണ്ടായിരിക്കുന്നു. 3,010 യൂണിറ്റ്സിൻ്റെ സെയിൽസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ബജാജ് ഓട്ടോയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സെയിൽസിൽ 24% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 3,46,136 യൂണിറ്റ്സിൻ്റെ സെയിൽസ് അവർക്ക് ഈ വർഷം ജൂൺ മന്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ അവർക്ക് 2,78,997 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് നിന്നത്. എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 45% വർധനവ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എസ്കോർട്സിലേക്ക് വരുമ്പോൾ അവർക്ക്
ജൂൺ മാസത്തിലെ ഹയസ്റ്റ് എവർ സെയിൽസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 15% വർധനവ് അവർക്ക് സെയിൽസിലുണ്ടായിരിക്കുന്നു. 12,533 ട്രാക്ടേഴ്സിൻ്റെ സെയിൽസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ അവർക്ക് 10,851 യൂണിറ്റ്സിൻ്റെ സെയിൽസായിരുന്നു നിലനിന്നത്. ഇനി ഐഷർ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിൽ 73% വർധനവ് അവർക്ക് ഏകദേശം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1,760 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ അവർക്ക് 1,016 യൂണിറ്റ്സിൻ്റെ സെയിൽസായിരുന്നു നിലനിന്നത്. എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം ഏകദേശം 100 ഡബിളായി മാറിയതായിട്ട് കാണുന്നു. 305 യൂണിറ്റ്സിൽ നിന്നും 610 യൂണിറ്റ്സ് ആയിട്ട് അവരുടെ എക്സ്പോർട്സും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഡാറ്റകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഓട്ടോ സെയിൽസൊക്കെ വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലായിട്ടാണ് കാണാനായിട്ടുള്ളത്. ഇനി APL അപ്പോളോ ട്യൂബ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെയിൽസ് വോളിയം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 22-ലെ Q1-ലെ സെയിൽസ് വോളിയം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ Q4-ലെ ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിലെ കമ്പയർ ചെയ്യുമ്പോൾ 86%, മാർച്ച് ക്വാർട്ടറിൻ്റെ 86% അച്ചീവ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവിൻ്റെ ഇമ്പാക്റ്റുകളാണ് ഈ ഒരു ചെറിയൊരു കുറവിന് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും അവർക്ക് ഒരു ചെറിയ കുറവോടുകൂടി പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് കാണാനുള്ളത്. ഇനി TCSനെ സംബന്ധിച്ചിടത്തോളം അവർ റോയൽ ലണ്ടനുമായിട്ടുള്ള അവരുടെ പാർട്ട്ണർഷിപ്പ് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. റോയൽ ലണ്ടൻ നോക്കിക്കഴിഞ്ഞാൽ അത് UK-ലെ ലാർജസ്റ്റ് മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് അതേപോലെ തന്നെ പെൻഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു പാർട്ണർഷിപ്പാണ്, അതുപോലെ തന്നെ ഈ ഒരു എക്സ്പാൻഷനാണ് ഇവരായിട്ട് വന്നിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. L&Tയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകദേശം 10 ബില്യൺ രൂപ മുതൽ 25 ബില്യൺ വർത്ത് ചെയ്യുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ഓർഡർ വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി JSW സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം 251 ബില്യൺ രൂപ ഈ 2024-2025 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അവരുടെ കപ്പാസിറ്റി റാമ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കപ്പാസിറ്റി വീണ്ടും 37.5 മില്യൺ പെർ ആനം ആയിട്ട് ഉയർത്താനാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ഒരു ജൂൺ മന്തിലെ മാനുഫാക്ചറിങ് PMI ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വേവിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ട് മാനുഫാക്ചറിങ് PMIയിൽ വീണ്ടും ഒരു കോൺട്രാക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്, കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മെയ്യിൽ അത് 50.8% നിന്നും ജൂണിലേക്ക് വരുമ്പോൾ 48.1% ചുരുങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു അൺലോക്കിംഗ് ഒക്കെ വരുന്നതോടുകൂടി ഇനിയും അത് വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യും എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സീക്വൻസ് സയൻറ്റിഫിക് നെറ്റ് പ്രോഫിറ്റിൽ 38% ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 23.5 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വാല്യൂസിലാണ് നിലനിൽക്കുന്നത്. 2% വർധനവുകൾ മാത്രമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഇനി ഇന്ത്യ പെസ്റ്റിസൈഡ്സിൻ്റെ IPO ജൂലൈ 5-ാം തീയതി മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഇന്ന് അലോട്ട്മെൻറ്റുകളായിരുന്നു. നാളെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഷെയറുകളൊക്കെ ലിസ്റ്റാവും. മണി കൺട്രോളിൽ കണ്ട അപ്ഡേറ്റുകളിൽ നോക്കുമ്പോൾ ഏകദേശം 15 മുതൽ 25% ലിസ്റ്റിംഗ് പ്രീമിയം ഉണ്ടാവും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.